into Neymar. Could be a chance here. Goes for the return. It's Neymar! And Neymar breaks the deadlock in this quarter-final and equals Pele's national record. Goal number 77. പ്രൗഢഗംഭീരമായ കാൽപന്ത് കരിയർ സാന്റോസിൽ തുടങ്ങി ബാസിയിൽ ആർത്തുലസിച്ച് പാരീസിൽ ഉൾക്കിടലം തീർത്ത് ഹിലാലും കടന്ന് തൻ്റെ തായ്മടുത്തിട്ടില്ലെന്നോണം ബ്രസീലിൻ്റെ മണ്ണിലേക്ക് തന്നെ തിരികെ നടക്കേണ്ടി വന്നപ്പോൾ ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി തിരിച്ച കാൻഡയുടെ സുൽത്താൻ്റെ പേരിന് കളങ്കം സംഭവിച്ചിരുന്നുവെന്ന് നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടോ? ഉണ്ടാവില്ല. വേൾഡ് കപ്പോ ബലോൺ ഡോറുകളോ സിംഹാസനമായും ചെങ്കോലുമായും അകമ്പടിയോടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കാലിലെ മാന്ത്രികത ഒന്നുകൊണ്ട് ഫുട്ബോൾ ലോകത്തെ അങ്ങോളം വശീകരിച്ച് വെച്ചവൻ്റെ പേര് സുവർണ ലിപികളാൽ ആരാധക ഹൃദയത്തിലേക്ക് എന്നോ അലിഞ്ഞു ചേർക്കപ്പെട്ടതായിരുന്നില്ലേ. ഫുട്ബോളിനെ ആത്മാവായി കണക്കാക്കിയിരുന്ന ബ്രസീലിയൻ മണ്ണിൽ നിന്നും ഒട്ടനവധി ഇതിഹാസങ്ങൾ അവരുടെ ചരിത്രത്തിലേക്ക് പിറവിയെടുത്തിരുന്നുവെങ്കിൽ പോലും അതിൽ നിന്നുമെല്ലാം അദ്ദേഹം ഏറെ വ്യത്യസ്തനായിരുന്നു. അയാളുടെ പാദചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നത് അടങ്ങാത്ത വികാരമായിരുന്നു. ഒരു കൂട്ടം ബ്രസീൽ ഇതിഹാസങ്ങൾക്ക് ശേഷം ആ തലമുറയിൽ എല്ലാം സമുച്ചമായി ചേർന്ന് ഒന്നായി പുനർജനിച്ചത് ഒരാളിലൂടെ എന്നായിരുന്നു ബ്രസീലുകാരുടെയും ഈ ലോകത്തിൻ്റെയും വാദം. അതിനയാൾ പ്രാപ്തനമായിരുന്നു. എല്ലാത്തിനും ഈ ലോകം സാക്ഷിയായിരുന്നു. മഹത്വങ്ങളുടെ അനന്തതയിൽ ഒരുക്കിയെടുക്കുന്ന സിംഹാസനത്തിൽ അയാൾ ഒരിക്കൽ പോലും ഇരുന്നില്ല എങ്കിൽ പോലും സർവ്വപുരുഷാരങ്ങളും ഈ ലോകവും ഇഹലോകവും അയാൾക്ക് മുമ്പിൽ വണങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അത് അയാളുടെ പേരാണ് നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. നെയ്മർ ഒരു സാധാരണ ഫുട്ബോളർ ആയിരുന്നേയില്ല. അവൻ്റെ കാലിൽ അജ്ഞാതമായ ആജ്ഞയനുസരിച്ച് വണ്ണം പന്തെപ്പോഴും വഴങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവന് ചുറ്റും ഭ്രമണപഥത്തിലെന്ന പോലെ എതിരാളികൾ എപ്പോഴും വട്ടമിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. കാന്തിക വലയെന്ന പോലെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. മൈതാനത്ത് അവൻ വരയ്ക്കുന്ന ആരങ്ങളും ചതുരങ്ങളും അവൻ്റെ ശരീരവും കാറ്റും നിറച്ച പന്തും തമ്മിലുള്ള ഗാഢപ്രണയത്തിൻ്റെ സൃഷ്ടി കൂടിയായിരുന്നു അയാൾ. അവൻ പന്ത് പാസ് ചെയ്തിരുന്നത് മറ്റൊരു കളിക്കാരനിലേക്കായിരുന്നില്ല, ഭാവിയിലെ ഒരു ബിന്ദുവിലേക്കായിരുന്നു. പോയിന്റ് ഓഫ് ഫ്യൂച്ചർ എന്നാണ് ബ്രസീലുകാർ അതിനെ പറയാറുള്ളത്. പുതിയൊരു പിറവിയുടെ ശൂന്യതയിലേക്കാണ് നെയ്മർ പലപ്പോഴും പാസ് ചെയ്തിരുന്നത്. അവൻ്റെ കാലിൽ നിന്നും പാസ് പുറപ്പെടുമ്പോൾ ആ സ്ഥാനത്തൊരു കളിക്കാരൻ ഉണ്ടാകണമെന്നില്ല, ഉണ്ടായി വരികയാണ് പതിവ്. അതിൽ നിന്നൊരു പുതിയ നീക്കം രൂപപ്പെടും. അതിനെ തടുക്കുവാൻ എതിരാളികൾക്ക് പോലും സാധിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നെയ്മർ ജോഗോ ബൊണിറ്റയെ പുനർജനിപ്പിച്ചത്. മറിച്ച് സാമ്പാ ചുവടുകൾ കൊണ്ട് മാത്രമായിരുന്നേയില്ല, അത് കാണുവാൻ ഉൾക്കണ്ണ് വേണമായിരുന്നു. ഓരോ നീക്കവും ഓരോ സൃഷ്ടിയായിരുന്നു. ഭാവിയെ അവൻ പുനർനിർണയിക്കുകയായിരുന്നു. നെയ്മർ കളിക്കുകയായിരുന്നേയില്ല, കളിയെ വ്യാഖ്യാനിക്കുകയായിരുന്നു, ഒരു കലാകാരൻ എന്ന പോലെ. എതിരാളികളെ അപമാനിക്കുന്നതാണ് അയാളുടെ നൃത്ത ചുവടുകൾക്ക് ഇഷ്ടമെങ്കിലും അതിനെ മാത്രം ആസ്വദിച്ചവർക്ക് ആ നെയ്മറിനെ ഒരിക്കലും കാണാൻ സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. എന്നിട്ടും പക്ഷേ ഒരു കൂട്ടം ആളുകൾ അയാളെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അദ്ദേഹം കളിക്കളത്തിൽ എതിരാളികളെ പരിഹസിക്കുവോളം വിമർശകരെ നിരന്തരം നിരാശപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒരു പക്ഷേ പരിക്ക് വില്ലനായി കരിയറിനെ കാർന്നു തിന്നാൻ ആരംഭിച്ചത് മുതലാണ് അദ്ദേഹത്തിന് വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങുന്നത്. എന്നിട്ടും ഓരോ തിരിച്ചുവരവിലും പതിവിലും മികച്ചവനായി അയാൾ കാണപ്പെട്ടു. കാറ്റടിച്ചാൽ വീഴുന്നവരെന്നും അഭിനയ കുലപതിയെന്നും പരിഹസിക്കുമ്പോഴും നെയ്മർ ആരായിരുന്നു, എന്തായിരുന്നു എന്നെല്ലാം അവർക്കും ശരിയായ ധാരണ ഉണ്ടായിരുന്നു. കാരണം പുരസ്കാരങ്ങളുടെ കോളങ്ങൾ ഒഴിഞ്ഞു കിടന്നിട്ട് പോലും ഇതിഹാസങ്ങൾക്കൊപ്പം അയാളുടെ പേരും ഈ ഫുട്ബോൾ ലോകത്ത് ഉയർന്നു കേട്ടതാണല്ലോ. ആപത്തൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, എല്ലാം നിസ്സാരമായ പരിക്കുകളായിരുന്നുവെങ്കിൽ ഈ മാനവരാശിക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്ത തലത്തിലേക്ക് അവർക്ക് മുന്നിലൂടെ അയാളും വളർന്ന് പന്തലിച്ചേനെ. കടന്നു വന്ന വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നുവെന്ന് അയാളെപ്പോലെ നമ്മൾക്കും അറിയാം. പക്ഷേ അതേ വഴിയിൽ പല കോട്ടകളും അയാൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്. മറക്കാനാകാത്ത, ആർക്കും സങ്കല്പിക്കാൻ പോലും ആവാത്ത പ്രതികാരരാവുകൾ ലോകം സാക്ഷിയായിട്ടുമുണ്ട്. ഒരുപക്ഷെ ഈ തലമുറയിൽ നെയ്മറിൻ്റെ അത്തരം അമാനുഷിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകാൻ സാധിക്കാത്തവർക്ക് പുതിയൊരു അനുഭവമായും മറ്റുള്ളവർക്ക് ഒരു തിരിച്ചുപോക്കും പോലെ ഞാൻ ആ കഥ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. അതെ, നാശത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. അത് കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാനാകും
നാശത്തിന് മുൻപുള്ള നെയ്മർ ആരായിരുന്നുവെന്ന്. Goes for the return. It's Neymar! And Neymar breaks the deadlock in this quarter-final and equals Pele's national record. 2014 വേൾഡ് കപ്പ് ബ്രസീലിൽ നടക്കുമ്പോൾ മുഴുവൻ പ്രതീക്ഷയും ഒരൊറ്റ ചെറുപ്പക്കാരനിൽ മാത്രമായിരുന്നു. ആ അത്ഭുതപ്പിറവിയിൽ ആ മണ്ണും മനസ്സും ഏറെ വിശ്വസിക്കുവാൻ കാരണവും അവിശ്വസനീയമായ അവൻ്റെ പ്രതിഭാശേഷി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. 2013 കോൺഫെഡറേഷൻ കപ്പിൽ ലോക ചാമ്പ്യന്മാരായ, അതിലുപരി ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ലായിരുന്നു എന്ന് അവകാശപ്പെട്ട സ്പാനിഷ് പടയുടെ അപരാജിത കുതിപ്പിൻ്റെ വേരോട്ടം പോലെ നിലപ്പിച്ചാണ് ആ കിരീടമുയർത്തിയയാൾ ബ്രസീലിനെയും കൊണ്ട് വേൾഡ് കപ്പ് വേദിയിലേക്ക് എത്തുന്നത്. അവിടെ സർവ്വവിജയത്തിനും പിന്നിലും പങ്കുവഹിച്ചതും അയാൾ തന്നെയായിരുന്നു. ഒടുവിൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കൊളംബിയയുമായി ബ്രസീൽ ഏറ്റുമുട്ടുന്നു. ജെയിംസ് റോഡ്രിഗസിൻ്റെ കീഴിൽ അപകടകാരികളായി മാറിയ കൊളംബിയയെ നേരിടുമ്പോൾ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ 2 വൻ ശക്തികളുടെ പോരാട്ടമായി അത് മാറുകയും ചെയ്തു. പക്ഷേ ആ മത്സരത്തിൽ സിൽവയുടെയും ഡേവിഡ് ലൂയിസിൻ്റെയും ഗോളുകളിൽ ബ്രസീൽ വിജയിച്ച് കയറുന്നുണ്ട്. കൊളംബിയയ്ക്ക് വേണ്ടി ആശ്വാസ ഗോൾ നേടിയതോ ജെയിംസ് റോഡ്രിഗസ്. എന്നാൽ പക്ഷേ ആ മത്സരത്തിന് 88-ാം മിനിറ്റിൽ ലോക ഫുട്ബോളിൽ നടക്കിയ ആ നിമിഷം വരുന്നുണ്ട്. സുനികിയുടെ കടുത്ത ഫൗളിങ് നെയ്മർ ഇരയാകുന്ന നിമിഷം. സ്കൊളാരിയുടെ, ബ്രസീൽ ആരാധകരുടെ സകലമാന പ്രതീക്ഷകളും നാശത്തിലേക്ക് ആണ്ടുപോയ നിമിഷം. നട്ടെല്ല് പൊട്ടിയ വേദന സഹിക്കാൻ പറ്റാതെ അയാൾ ആ മൈതാനത്ത് വീണ് പടയുന്നുണ്ട്. മാർസെല്ലോ ആശ്വസിപ്പിക്കുവാനായി അയാളുടെ അടുത്തേക്ക് വേദനയോടെ ഓടിയെത്തുന്നുണ്ട്. പിന്നീട് മുഖം പൊത്തി കരയുന്നതും ആരാധകരുടെ മുന്നിലൂടെ അയാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയുമായിരുന്നു ഈ ലോകം സാക്ഷിയായത്. അതെ, അവസാനമായി നെയ്മറിനെ കണ്ട നിമിഷം. പിന്നീട് സിൽവയും നെയ്മറുമില്ലാതെ ഇറങ്ങിയ സെമിഫൈനൽ പോരാട്ടത്തിൽ ജർമ്മനിക്കെതിരെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോൽവിക്ക് ബ്രസീൽ ഇരയാകുന്നുണ്ട്. അതുവരെ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒലിച്ചു പോകും പോലെ മറക്കാനയിൽ ആരാധകർ പൊട്ടിക്കരയുന്നുണ്ട്. അവർ നിശബ്ദതയോടെ മറക്കാനയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് എക്കാലത്തെ നാണക്കേടിൻ്റെ കഥ പേർക്കൊണ്ട് ആ ജനത മുന്നോട്ട് ജീവിക്കുകയും വന്നു. This was the worst Brazil team ever. A humiliation for the host nation. Brazil are out of the World Cup. I think it's the worst Brazilian team I've seen. Well, because they haven't got any top-class players. Brazil. 2 വർഷങ്ങൾക്കുമപ്പുറം ഒളിമ്പിക്സ് വേദിയിൽ ഒരിക്കൽ കൂടി നെയ്മർ ബ്രസീലിനെയും കൊണ്ട് തിരിച്ചു വന്നു. നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷം വേദനാശമനികളില്ലാത്ത നെയ്മർ പരിക്കിനെ അതിജീവിച്ച് ബ്രസീലിനെ 2016 ഒളിമ്പിക്സ് ഫൈനൽ വേദിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെയാകട്ടെ എതിരാളികൾ തങ്ങളെ നാണക്കേടിന് അങ്ങേ തലത്തിലേക്ക് നയിച്ച അതേ ജർമ്മനി. എല്ലാം ഒരു നിമിത്തമായിരുന്നു. അയാളില്ലായിരുന്നുവെങ്കിലും ആ തോൽവിയുടെ ആ കറ അയാളിലേക്കും മണ്ണോളം പടർന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാകണം കാലം ഇത്തരമൊരു മുഹൂർത്തം തീരുമാനിച്ച് ഉറപ്പിച്ചു വച്ചതു. മത്സരത്തിന് 25-ാം മിനിറ്റിൽ അയാളുടെ മനോഹരമായ ഒരു ഫ്രീ കിക്ക് ജർമ്മനിയുടെ ഗോൾ പോസ്റ്റിൽ ആഴ്ന്നിറങ്ങി ബ്രസീലിനെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് കളിയുടെ സർവമാന മേഖലയിലും നെയ്മർ എഫക്റ്റ് നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. പക്ഷേ മത്സരത്തിൻ്റെ 89-ാം മിനിറ്റിൽ ജർമ്മനി തിരിച്ചടിക്കുന്നു. 90 മിനിറ്റും കടന്ന് എക്സ്ട്രാ ടൈമും കടന്ന് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. ഇരു ടീമുകളും 4 വീതം ഗോളുകൾ ലക്ഷ്യം കാണുന്നുണ്ട്. പക്ഷേ ജർമ്മനിയുടെ 5-ാം കിക്ക് എടുക്കാൻ വന്ന താരത്തിനെ പിഴയ്ക്കുകയായിരുന്നു. ശേഷം ബ്രസീലിൻ്റെ 5-ാം കിക്ക് എടുക്കുവാൻ നിയോഗിക്കപ്പെട്ടതോ സാക്ഷാൽ നെയ്മറും. അതെ, അതൊരു വല്ലാത്ത നീതിയായിരുന്നു. തൻ്റെ രാജ്യത്തെ അപമാനിച്ചവർക്ക് മുന്നിൽ തന്നിലൂടെ തന്നെ വിജയം നേടി അതേ മണ്ണിൽ അതേ മറക്കാനയിൽ പുനർജനിക്കാമെന്ന നീതി. പ്രതികാരത്തിലേക്കും കീടത്തിലേക്കുമുള്ള ദൂരം പന്തും ഗോൾ പോസ്റ്റും തമ്മിലുള്ള അകലത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയ നിമിഷം. അതെ, ഈയൊരു ഗോൾ എല്ലാ അനീതിക്കും മുകളിലുള്ള അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. തോൽവിയുടെ കളങ്കം തൻ്റെ മേൽ ചാർത്തപ്പെട്ടവർക്കുള്ള മറുപടി കൂടിയായിരുന്നു. മത്സരത്തിൽ മികച്ചൊരു ഫ്രീ കിക്ക് ഗോളും പെനാൽറ്റിയും ജർമ്മനിയുടെ വരയിലേക്ക് എത്തിച്ചുകൊണ്ട് അതേ മറക്കാനയിൽ അയാൾ ശാപമോക്ഷം പ്രാപിക്കുന്നുണ്ട്. അഗ്നിശുദ്ധി വരുത്തുന്നുണ്ട്. മറക്കാൻ ഒരിക്കൽ കൂടി ചിരിക്കുവാൻ ശീലിക്കുന്നുണ്ട്. ആ മനോഹരമായ നിമിഷത്തിൽ
നെയ്മർ അവരെ സന്തോഷപ്പെരുമഴയിൽ ആഘോഷിക്കുവാൻ പരുവപ്പെടുത്തി. പക്ഷേ ഇന്ന് പലരും ചിന്തിക്കുന്നുണ്ട്, നെയ്മർ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ജർമ്മനി അന്ന് 7 ഗോളുകൾക്ക് വിജയിക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം അവരുടെ വ്യാമോഹം മാത്രമായി. യഥാർത്ഥത്തിൽ ആ നെയ്മറിനെയും ബ്രസീലിനെയും തൊടുവാൻ ഇന്നോളം ഈ ഫുട്ബോൾ ലോകത്ത് ആരും പുറകിലെടുത്തിട്ടില്ല. ബാഴ്സയിൽ MSN നിറഞ്ഞാടിയ കാലഘട്ടം. പാരീസിലെ മൈതാനത്ത് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ പാദ പോരാട്ടം. അന്ന് എല്ലാവരും പറഞ്ഞു ബാഴ്സയുടെ ഗ്രൂപ്പ് വളരെ എളുപ്പമാണ് എന്ന്. പക്ഷേ നിങ്ങൾക്കൊരിക്കലും PSG പരാജയപ്പെടുത്തുവാൻ ആവില്ല എന്നും. അത് ആ വാക്കുകൾ പിന്നീട് സത്യമായി മാറുകയായിരുന്നു. UCL-ൽ അതുവരെ തോൽവിയറിയാതെ വന്ന കാറ്റാലമ്പട PSG-യോട് 4-0 നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. നീറിയ മനസ്സുമായി താഴ്ത്തിപ്പിടിച്ച കൊടികളും തോരണങ്ങളും കൊണ്ട് പാരീസിന്റെ മൈതാനം വിടുന്ന ബാഴ്സ ആരാധകർ. മൈതാനത്ത് നിരാശയോടെ തലതാഴ്ത്തി നിൽക്കുന്ന നെയ്മർ ജൂനിയർ. എന്നാൽ മത്സരശേഷം അയാൾ മീഡിയയോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത്: പ്രായോഗികമായി ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും സമയം ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന്. ശേഷം ബാഴ്സലോണയിൽ നടന്ന സെക്കൻഡ് ലെഗിൽ ലോകം സാക്ഷിയായത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവിനെയാണ്. 4 ഗോളുകളുടെ ലീഡിനെ മറികടക്കുവാൻ ഒരിക്കലും ആകില്ല എന്ന് വിശ്വസിച്ച ഫുട്ബോൾ പണ്ഡിതന്മാരുടെയും ബാഴ്സ വിരോധികളുടെയും മുൻവിധികളെ രണ്ടായി കീറിമുറിച്ചാണ് കാറ്റിലോണയിൽ നെയ്മറും സംഘവും തിരിച്ചു വന്നത്. എതിരില്ലാത്ത 4 ഗോളുകൾക്കെതിരെ ബാഴ്സലോണ 6-5 എന്ന അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയപ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്കും വഹിച്ചത് നെയ്മർ ജൂനിയർ എന്ന ആ മനുഷ്യനാണ്. മത്സരത്തിന്റെ 3-ാം മിനിറ്റിൽ തന്നെ സുവാരസ് തുടക്കമിടുന്ന ഗോൾ വേട്ട. ഒരു ഓൺ ഗോളിന്റെ അഡ്വാൻറ്റേജ് ഉൾപ്പെടെ നെയ്മറിന്റെ മുന്നേറ്റത്തിന്റെ ഫലമായി ലഭിച്ച പെനാൽറ്റി മെസ്സിയും ഗോളാക്കുന്നതിലൂടെ ബാഴ്സലോണ 3 ഗോളിന്റെ ലീഡിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾക്കെതിരെ കവാനി വീണ്ടും അവതരിക്കുന്നു. അതോടുകൂടി സ്കോർ 5-3 എന്ന നിലയിലേക്ക് എത്തി. ഇനി ബാഴ്സയ്ക്ക് തിരിച്ചു വരണമെങ്കിൽ ഇനിയും 3 ഗോളുകൾ കൂടി അടിക്കണമെന്ന നിലയിൽ. ഇതിനിടയിൽ സമയം സഞ്ചരിച്ച് 87-ാം മിനിറ്റ് കടന്ന് പോയി കഴിഞ്ഞിരുന്നു. കാറ്റലോണിയൻ ജനതയ്ക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി. പാരീസ് ആരാധകർ അവരുടെ വിജയം ആഘോഷിക്കുവാനും അവിടെയാണ് നെയ്മർ എന്ന മനുഷ്യൻ സമ്മർദ്ദങ്ങളെയും സമയത്തെയും അതിജീവിക്കുവാൻ അവതരിക്കുന്നത്. ലഭിച്ച ഫ്രീ കിക്ക് യാതൊരു പിഴവും കൂടാതെ തന്നെ സമ്മർദ്ദ സമയത്തിൽ പോലും PSG വഴിയിലേക്ക് എത്തിക്കുന്നുണ്ട്. കൃത്യം 2 മിനിറ്റുകൾക്ക് ശേഷം സുവാരസിനെ ബോക്സിൽ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ബാഴ്സലോണയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിധിക്കപ്പെടുന്നു. ആ നിർണായക സമയത്ത് മെസ്സിയും സുവാരസും ടീമിൽ ഉണ്ടായിരുന്നിട്ട് പോലും അതിന് നെയ്മർ തന്നെയായിരുന്നു നിയോഗിക്കപ്പെട്ടത്. ഒരു കൂൾ പെനാൽറ്റി കിക്കിലൂടെ പന്തിനെ ലക്ഷ്യത്തിലേക്ക് അയച്ചുകൊണ്ട് ഒരു സമ്മർദ്ദത്തിനും തന്റെ നിലനിർത്തിക്കുവാൻ സാധിക്കില്ല എന്നയാൾ വീണ്ടും തെളിയിക്കപ്പെട്ടു. 95-ാം മിനിറ്റിൽ സെർജിയോ റോബർട്ടോയുടെ വിജയ ഗോൾ പിറക്കുമ്പോൾ ബാഴ്സലോണ അന്നേ വരെ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുത തിരിച്ചുവരവ് നടത്തുന്നുണ്ട്. ഫുട്ബോൾ ലോകത്തിന്റെ സമനില തെറ്റിച്ച ആ നിമിഷത്തിന്റെ പുറകിലും അതേ മനുഷ്യന്റെ കാലുകൾ തന്നെ. PSG ഗോൾ കീപ്പർ തട്ടിയകറ്റിയ പന്ത് പിടിച്ചെടുത്ത് തന്റെ ഇടങ്കാൽ കൊണ്ടയാൾ PSG ബോക്സിലേക്ക് കൃത്യമായി ഉയർത്തി നൽകുമ്പോൾ നെയ്മർ എന്ന മാന്ത്രികന്റെ ശരിയായ നിരീക്ഷണം തന്നെയായിരുന്നു അവിടെയും വിജയിക്കുന്നത്. ആറൊറ്റ ഗോൾ ബാഴ്സലോണയെ ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിന്റെ ഭാഗമാക്കി തീർക്കുന്നുണ്ട്. കാറ്റിലോണയിൽ ബാഴ്സലോണ ഉയർത്തി നിൽക്കുമ്പോൾ 2 ഗോളും ഒരു അസിസ്റ്റുമടക്കം ആ മത്സരത്തിന്റെ ആത്മാവായി മാറുന്നതും അയാൾ തന്നെയായിരുന്നു. അതെ, തന്നെ അവിശ്വസിച്ചവർക്ക് മുന്നിൽ വീക്കെൻഡ് എന്നയാൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഉയർന്നു കേട്ട സർവമാന മുൻവിധികളെയും കാറ്റിലോണയുടെ മൈതാനത്തിട്ട് ദഹിപ്പിച്ചുകൊണ്ടയാൾ തലയുയർത്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു.